അപ്പൊ നമുക്ക് നമ്മൾ താമസിക്കുന്ന റൂം ഒന്ന് കണ്ടാലോ? റൂമായിട്ടല്ല, ഒരു ചെറിയൊരു വില്ല, ഒരു ഇതുപോലാണ്. എന്താ പറയുന്നത്, ഇതിന് പറഞ്ഞ സീസൈഡ് വില്ല എന്നെങ്ങാണ്ടാണ് ഇവരിതിന് ഈ ഒരു സെറ്റപ്പിന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ സീസൈഡ് വില്ല. കയറുമ്പം തന്നെ ഒരു സിറ്റ് ഔട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് ചായ കുടിക്കുകയൊക്കെ ചെയ്യാം. ഇതിൻ്റെ മുകളിൽ ഒരു ഫ്ലോറുണ്ട്. അവിടെ കുറച്ചുകൂടെ നല്ല വ്യൂ ആണെന്ന് തോന്നുന്നു. ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ കടലിൻ്റെയൊക്കെ നല്ല വ്യൂ ആയിരിക്കും മുകളിലല്ലേ, അതുകൊണ്ട്. അപ്പോൾ താഴെ ഞങ്ങൾക്ക് താഴെയാണ് കിട്ടിയത്. അപ്പം ആദ്യം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഒരു ലിവിങ് റൂമിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ്, ടി വി കാണാൻ പറ്റും. പിന്നെ അവിടെ തന്നെ ഒരു ടോയ്ലറ്റും കൂടെ ഉണ്ട്. ഇത് സംഭവം ഇച്ചിരി വലിയ സൗകര്യമുള്ളതാണ്. ഇത് എനിക്കൊന്ന് ഒരു ഫാമിലി, ഒരു 4 പേർക്കൊക്കെ കഴിയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. 4 പേർക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു ലിവിങ് റൂം. പിന്നെ നമ്മുടെ ബെഡ്റൂമിലേക്ക് പോകുന്നു. അവിടെ 2 കട്ടിൽ ഉണ്ട്. പിന്നെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതിനകത്ത് ഒരു ടി വി ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഒരു ചെറിയൊരു ഡ്രസ്സിങ് റൂം പോലെയുണ്ട്. ഡ്രസ്സിങ് റൂമിനകത്ത് അതിനകത്ത് അൽമാരി, ലോക്കർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ആ റൂം. ആ റൂമിനോട് ചേർന്ന് തന്നെ നമ്മുടെ ബാത്റൂമും കാര്യങ്ങളുമൊക്കെ. ബാത്റൂം ആണെങ്കിൽ വിശാലമായ ഫാനൊക്കെ ഉള്ള ഒരു വലിയ ബാത്റൂമാണ്. അതിനകത്ത് ബാത്ത് ടബ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ജക്കൂസി, ഹോട്ട് വാട്ടർ ടബ്, ആ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് വലിയൊരു ബാത്റൂമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ബാത്റൂമും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇത്രയാണ് ഈ ഒരു സീസൈഡ് വില്ല എന്ന് പറഞ്ഞ സംഭവത്തിനകത്തുള്ളത്. ഇനി നമുക്ക് നേരെ പിന്നെ നമ്മുടെ ബാൽക്കണി മീൻസ് ആ ഒരു സിറ്റ് ഔട്ട്, അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കടലും കാര്യങ്ങളും ഒക്കെ കാണാം. അങ്ങനെ ഇച്ചിരി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു 4 പേർക്ക് ഒക്കെ നല്ല സുഖമായിട്ട് കഴിയാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇത് ടീം ഔട്ടിങ്ങിന് വന്ന ആൾക്കാരാണ് ഈ ഫുട്ബോളൊക്കെ കളിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു 1 ഡേ ഒരു ഡേയിലെ ട്രിപ്പ് പോലെ, ഒരു ഔട്ടിംഗ് പോലുള്ള സംഭവത്തിന് ഇങ്ങനെ ഇവിടെ ഞങ്ങൾ ഇന്നലെ വന്നപ്പോഴും കണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് ഓഫീസിൽ നിന്നുള്ള അവരുടെ ID കാർഡ് നമുക്ക് ഉണ്ടാക്കുക, അവർക്ക് IDs കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പോയി കടൽ കാറ്റൊക്കെ കൊണ്ടിരുന്നു. പിന്നെ നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പം ഉച്ചയ്ക്ക് ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെ ആയി. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ആക്ച്വലി ഞങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പോയില്ല. കാരണം ഞങ്ങൾക്ക് അത് പേടിയായതുകൊണ്ട്, കൂടുതൽ വെറൈറ്റീസൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടുമെന്നുള്ള പേടിയായതുകൊണ്ട് അങ്ങനെ വലുതായിട്ടുള്ള ഒത്തിരി നേരത്തെയൊക്കെ ഞങ്ങൾ അങ്ങനെയൊക്കെ കഴിച്ച് നോക്കുമായിരുന്നു. പക്ഷേ അതൊന്നും ഇപ്രാവശ്യം കഴിച്ചൊന്നുമില്ല. സാധാരണ എന്തെങ്കിലുമൊക്കെ രാവിലെ ആണെങ്കിൽ ഈ പറഞ്ഞ ഈ ഇഡലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ കൂടുതലും എടുത്തത്. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ചത് ഫിഷ് വാങ്ങിച്ചു. ഒരു ഫിഷ് ഫ്രൈ വാങ്ങിച്ചു. നമ്മുടെ നെയ്മീൻ്റെ ഒരു ഫ്രൈ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. വലിയ ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് മീൻ പുറത്തുനിന്ന് കഴിക്കുന്ന വലിയ ഇഷ്ടമൊന്നുമില്ല. ചിക്കൻ പോലെയല്ല, മീൻ എനിക്ക് വലിയ പുറത്തുനിന്ന് ഫ്രൈ ആണെങ്കിൽ എനിക്ക് വീട്ടിൽ വയ്ക്കുന്നതാണ് കൂടുതലും ഇഷ്ടം. അത് പിന്നെ ചോറും ദാല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചാണ് ഞങ്ങൾ കഴിച്ചത്. അല്ലാതെ കൂടുതൽ വലിയ പരീക്ഷണത്തിനൊന്നും പോകാൻ നിന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കയറി ഉറങ്ങിയിട്ട് വൈകുന്നേരം ആയപ്പോഴാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത്. വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇവിടുത്തെ ചായയും കോഫി ഐറ്റംസ് നല്ല ടേസ്റ്റാണ്. ആക്ച്വലി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചായയും കോഫിയും. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനൊക്കെ കിട്ടുന്ന സംഭവങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിന് മുമ്പ് വീണ്ടും ഞങ്ങൾ കടൽക്കരയിൽ വന്നിരുന്നു. കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ചുമ്മാ ഞങ്ങൾക്ക് ഇരിക്കാൻ ഇഷ്ടമുള്ളവർ. പിന്നെ ഞാൻ ഫുഡിൻ്റെ ആക്ച്വലി വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ആ ഉച്ചയ്ക്ക് കഴിച്ച ഫുഡിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. കഴിച്ച് കഴിഞ്ഞാണ് ഓർക്കുന്നത്.
വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കുറച്ചൊന്ന് പുറമോട്ടായിപ്പോയി വീഡിയോ എടുപ്പോൾ രാവിലത്തെ ആ ഒരു ഉന്മേഷമൊക്കെ അങ്ങ് മീൻസ് ആ ഒരു ഇതൊക്കെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിച്ചു. ആ ഒരു ചോക്ലേറ്റ് കേക്കായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കായിരുന്നു. തലേദിവസം ഒരു വാനില കേക്ക് ഉണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ എടുത്തില്ല, അത് മറന്നുപോയി. ഞങ്ങൾ വന്നന്ന് വാനില കേക്കും ഈ കുക്കീസും ആയിരുന്നു തന്നത്. അത് നല്ല ടേസ്റ്റായിരുന്നു. ഈ കേക്കും നല്ല ടേസ്റ്റായിരുന്നു. ആ കുക്കീസിനും നല്ല ടേസ്റ്റായിരുന്നു. ചായയും കാപ്പിയും നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് ഇതിപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഫോണൊക്കെ റൂമിൽ വെച്ചിട്ട് കുറേ നേരം ഇവിടെ വന്നത് ഈ ഒരു ഇരിപ്പിരുന്നായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ കുറേ നേരം ഫോണൊന്നും ഞങ്ങൾ ഉപയോഗിച്ചേ ഇല്ല. ഈ ഉച്ച കഴിഞ്ഞ് ചായ കുടിക്കാൻ പോയി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ കയറി ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെ വന്ന് കുറേ നേരം കിടന്ന് ഈ കടലിലിറങ്ങിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഫോണൊക്കെ ഇപ്പോൾ എനിക്കൊന്നൊരു 6 മണിയാകാറായി. ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും വിസിലടിച്ച് നമ്മുടെ സെക്യൂരിറ്റി വിസിലടിച്ച് ഇവിടെ ഇരിക്കുന്നവരെ എല്ലാവരെയും അകത്ത് കയറ്റിയായിരുന്നു. അവർ പിന്നെ ഒരു 6 മണിക്ക് ശേഷം ഇവർ നമ്മുടെ കടലിൽ ഇറക്കത്തില്ല. ആ ഒരു കൊടി കുത്തിയിട്ടുണ്ട്, അതിനപ്പുറത്തോട്ട് നമ്മളെ കടത്തത്തില്ല. പിന്നെ രാത്രി ഒരു 9 മണി വരെ അവിടെ ഇരിക്കാൻ പറ്റും കസേരയിട്ട്. 9 മണിയാകുമ്പം അവിടുന്ന് പോകാൻ പറയും. 9 മണിക്ക് ശേഷം ഇരുത്തത്തില്ല. അപ്പം അതിന് മുമ്പുള്ള സമയമാണ്. അപ്പം അങ്ങനെ നല്ല രസമായിരുന്നു. ഞങ്ങൾ കുറേ നേരം കടലിനകത്തൊക്കെ ഇറങ്ങി. അങ്ങനെ കറക്റ്റ് 6 മണി കഴിഞ്ഞപ്പം സെക്യൂരിറ്റി എല്ലാവരും കടലിൽ നിന്ന് കയറ്റി. ഞങ്ങളപ്പോൾ റൂമിൽ പോയി വിശാലമായിട്ടൊന്ന് കുളിക്കണം. ഇനി ഈ ഡ്രസ്സെല്ലാം ഉണക്കാനിടണം. ഇന്ന് രാത്രി കൊണ്ട്, പിന്നെ നാളെ രാവിലെ നമ്മൾ ഇറങ്ങുമല്ലേ. അപ്പം ഇന്ന് രാത്രി കൊണ്ട് ഉണക്കാനിട്ടിട്ട് വേണം. നല്ല ഉണങ്ങിയിട്ട് വെച്ചാലല്ലേ ആ മണ്ണ് പോകത്തുള്ളൂ, ആ കടലിലെ മണ്ണ്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. രാത്രിയിലാണ് ഞങ്ങൾ ദോശ ഓർഡർ ചെയ്തത്. അതുവരെ ഞങ്ങൾ രാവിലെ ഇഡ്ഡലി കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഇതുപോലെ ചോറ്. തലേദിവസം ഞങ്ങൾ വന്ന രാത്രിയിൽ ചപ്പാത്തിയാണ് കഴിച്ചത്. ചപ്പാത്തിയും ദാലായിരുന്നു, എന്തോ ഒരു കറിയാണ് കഴിച്ചത്. ഇത് ഞങ്ങൾ ഇന്ന് ദോശ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ദോശയും പിന്നെ റോട്ടിയും ചെയ്തു, രണ്ടും ചെയ്തു. ചോറൊന്നും അങ്ങനെ ചെയ്തില്ല. പിന്നെ നോണൊന്നും ചെയ്തില്ല. ദോശയുടെ കൂടെ സാമ്പാർ, ചമ്മന്തി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ റോട്ടിയുടെ കൂടെ ദാലാണ് ചെയ്തത്. ഈ പറഞ്ഞ പോലെ നോണൊന്നും കഴിച്ചില്ല. വെറുതെ നമ്മൾ വയറെന്തിനാ കേടാക്കുന്നതെന്ന് വിചാരിച്ച് തന്നെയാണ് ഓവറായിട്ട് കഴിച്ച്. അപ്പോൾ അങ്ങനെ കേടായി കഴിഞ്ഞാൽ നമ്മുടെ ആ ട്രിപ്പിൻ്റെ ആ ഒരു ഇതങ്ങ് പോവും. അപ്പോൾ പിന്നെ ദോശ നല്ല ദോശയായിരുന്നു. ദോശയും റോട്ടിയും ദാലും ഒക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു. പിന്നെ അങ്ങനെ നമ്മുടെ ഇതൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ കടലിൻ്റെ ഭാഗത്തേക്ക് പോയി. അവിടെ ഇന്നലെ രാത്രിയിലും, അതായത് നമ്മൾ വന്നന്ന് രാത്രിയിൽ ഇവിടെ വന്നിരുന്നിരുന്നു. ഇതിനപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല, നമുക്ക് ഇവിടം വരെ കസേര ഇട്ടിരിക്കാം. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. നല്ല സുഖമായിരുന്നു അവിടെ ഇരിക്കാൻ ആ സമയത്ത്. പിന്നെ അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റ് തിരിച്ച് പോയി കിടക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു 8:30 എങ്ങാണ്ടൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. 8:30 സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾ ശബ്ദം കേട്ട് നോക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് എനിക്ക് വലുതായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.